ഇനി അല്പം മൈദ അല്ലെങ്കിൽ ആട്ട എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. അതിനൊരു മുകൾ ഭാഗത്ത് ചാണകം മാത്രമായാലും വലിയൊരു പോരായ്മയില്ല. നമ്മളെ ഉഗ്രൻ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. അടിഭാഗത്ത് അത് അടർത്തിയെടുക്കുക. എല്ലാവർക്കും നമസ്കാരം. സഹ്യാദ്രി ഗോശാലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടൻ പശു ഉൽപ്പന്നങ്ങളിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് എങ്ങനെ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കാം എന്നതാണ്. അതായത് വ്യാവസായികമായിട്ടല്ല, യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ നല്ല ഭംഗിയായി ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് പഠിക്കാം. അപ്പോൾ തുടങ്ങുകയാണ്. ഞാൻ ആദ്യം ഒരു ഷീറ്റ് ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചാണകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയാണ് ഞാൻ തൽക്കാലം ഉണ്ടാക്കുന്നത്. ഇത്രയും ചാണകം മതിയാവും. ചാണകം റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ചാണകമായിരിക്കണം. ഞാനിത് എൻ്റെ ഗോശാലയിൽ നിന്ന് പശു ഇട്ടപാട് എടുത്തു കൊണ്ടുവന്നതാണ്. രണ്ടാമത് വേണ്ടത് ഏകദേശം അതിന് ഈക്വലായിട്ട് ഉള്ള എമൗണ്ടിൽ ചാണകപ്പൊടിയും വേണം. പിന്നെ നമ്മൾ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയുടെ ഒരു രൂപം, അതായത് ആ ഒരു ചട്ടി എടുത്ത് അടിയിൽ മുറിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഹോളോ ആയിട്ട് ലഭിക്കും. നമ്മൾക്ക് അടിഭാഗം വട്ടം കുറവും മുകൾ ഭാഗം കൂടിയതുമാണെങ്കിൽ നല്ലതാണ്. അത് എടുക്കാൻ വളരെ എളുപ്പം പറ്റും. ഇനി അതിൻ്റെ അടിഭാഗം മുറിച്ച് ഒരു പ്ലേറ്റ് പോലെ ആക്കുക. നമ്മൾ ഉള്ളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കണം. തങ്ങി നിന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നിലത്ത് വെച്ച് ആക്കുമ്പോൾ അത് കറക്റ്റ് അടിയിൽ തന്നെ ഫിക്സ് ആയിക്കോളും. ഇതിലിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ മിക്സ്, ഞാനൊരു മിക്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ മിക്സും ചാണകപ്പൊടി, ചാണകം കൂട്ടിയ മിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഇട്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വേണം. ചാണകം ചട്ടി ഉണ്ടാക്കുമ്പോൾ നടുവിൽ ഗ്യാപ്പ് വേണമല്ലോ. അതിന് ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ എന്തെങ്കിലും ഈ റൗണ്ടിലുള്ള ഒരു സാധനം മതി. പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും നമ്മൾ തടസ്സം വെക്കേണ്ടതാണ്. ഏറ്റവും നല്ലതൊരു കുപ്പിയായിരിക്കും. ഇതൊരു ബിയറിൻ്റെ കുപ്പിയാണ്. ഞാൻ ബിയർ അടിക്കാറൊന്നുമില്ല. ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ ഭംഗി തോന്നി എടുത്തതാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായാലും മതി. പിന്നെ നമ്മൾക്കൊരു പശയുടെ എഫക്റ്റ് കിട്ടാൻ, നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കടലമാവിൻ്റെ പൊടിയോ മൈദയോ ആട്ടപ്പൊടിയോ എന്തായാലും മതിയാവും. കുറച്ച്, അധികമൊന്നും വേണ്ട, കുറച്ച് എടുത്ത് വയ്ക്കണം. പിന്നെ വേണ്ടത് അല്പം വെളിച്ചെണ്ണയാണ്. ഞാനിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിൻ്റെ അതുപോലെ ആ കുപ്പിയുടെയൊക്കെ അരികിൽ തേയ്ക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് നമുക്ക് ഇളകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ റെഡിയാക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, പച്ചച്ചാണകം അതുപോലെ ചാണകപ്പൊടി ഉപയോഗിച്ച് മിക്സ് തയ്യാറാക്കണം. അതിൽ തന്നെ കുറച്ച് മൈദയോ എന്തിനാണോ നമ്മൾ ഗം എഫക്റ്റ് വരാൻ വേണ്ടി ഉപയോഗിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുക? റെഡിയാക്കി വെക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ, പിന്നെയാണ് നമ്മൾ പാത്രം. ഇത് നമ്മൾ ആ ഷേപ്പിന് വേണ്ടിയിട്ട് എന്താണോ ഉപയോഗിക്കുന്നത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ചാണകം ആ മിക്സ് തയ്യാറാക്കുകയാണ്. മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഇത് കുറച്ച് കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ച് തുല്യ അളവിൽ ചാണകപ്പൊടിയും ചാണകം എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഞാൻ ആ ചാണകപ്പൊടി, ഈ ചാണകപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നൈസായിട്ട് ഉണ്ടാക്കിയാൽ അതിനനുസരിച്ച് ഫിനിഷിങ് കൂടുതലായിരിക്കും. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചാണകപ്പൊടി കുറച്ച് പരലുകൾ അതിലുണ്ടായാലും നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ചട്ടി കിട്ടും. പക്ഷേ അതിന് ഫിനിഷിങ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളൊരു പോരായ്മ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നല്ല നൈസായിട്ടുള്ള പൊടി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഇതിലിടുക. ഒരു 60% പച്ച ചാണകവും ഒരു 40% ചാണകപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
കുറച്ച് പച്ചച്ചാണകം കൂടിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്യുക. ഇനി അല്പം ജലം അംശം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം അതിൽ ഒഴിക്കാവുന്നതാണ്. വെള്ളത്തിന് പകരമായിട്ട് ചിലർ ഗോമൂത്രവും ചേർക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടി നടാനുള്ള ആവശ്യത്തിനായിരിക്കുമല്ലോ ചെടിച്ചട്ടി ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കതിൽ ഗോമൂത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂട്രിയൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അത് വേണമെങ്കിൽ ഗോമൂത്രം വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അല്പം, വളരെ കൂടുതലൊന്നും വേണമെന്നില്ല, അല്പം മതിയാവും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇനി അല്പം മൈദ അല്ലെങ്കിൽ ആട്ട എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. അതിനൊരു ബോണ്ട് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമല്ല, ഇത് ചേർത്തില്ലെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾക്കൊരു ഗുണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം ചേർക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചധികം വന്നതാണ്, ഞാൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് തയ്യാറായി കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ കൈയൊന്ന് കഴുകിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചെടിച്ചട്ടി എടുക്കുക, പ്ലാസ്റ്റിക്കിൻ്റെത്. ഇത് കുറച്ച് വലിയ മിഠായിയുടെ പാത്രം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിഭാഗം അല്പം വീതി കുറഞ്ഞും മുകൾ ഭാഗം കുറച്ച് വീതി കൂടിയും, അതായത് വട്ടം കൂടിയും ഉണ്ടായാൽ വളരെ എളുപ്പത്തിൽ നമുക്കതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ സാധിക്കും. അതാണ് അങ്ങനെയുള്ള രീതിയിലുള്ള ഷേപ്പ് സെലക്ട് ചെയ്താലുള്ള മെച്ചം. അതിൻ്റെ അടിഭാഗത്തുള്ള പാത്രമുണ്ട്. ഇനി നമ്മൾ ഇതും വേണ്ടതാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ നമ്മൾ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈ വെളിച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യുക, ഏതിലാണോ നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഉൾഭാഗത്ത് അല്പം പുരട്ടി കൊടുക്കുക. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഉൾഭാഗത്ത് വട്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയുടെ പുറത്തും പുരട്ടി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനിയാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ വട്ടം ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കുക. കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വേണമെങ്കിൽ തറയിൽ വെച്ചിട്ട് നമ്മൾക്കത് വൃത്തിയായിട്ട് അവിടെ ഫിക്സ് ചെയ്യാം. ശേഷം ചെയ്യേണ്ട കാര്യം, ആദ്യ അടിഭാഗത്ത് നമ്മൾ കുറച്ച് ചാണകം നിറയ്ക്കേണ്ടതുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്.
എന്നിട്ട് കൈ കൊണ്ട് അമർത്തുക. അടിഭാഗത്ത് ഇവിടെ ഏകദേശം ഒരു 2-2.5 സെൻറ്റിമീറ്റർ കനത്തിൽ, 1 ഇഞ്ച് കനത്തിൽ നമ്മളൊന്ന് അമർത്തി വെച്ചാൽ മതി. ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ അടിയിൽ റെഡിയാക്കി കഴിഞ്ഞാൽ ഈ കുപ്പി കൃത്യമായിട്ട് അതിൻ്റെ മിഡിലിൽ വെക്കുക. ഇതിനേക്കാളും വട്ടം കൂടിയതുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൻ്റെ വശത്ത് വട്ടം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വട്ടം കൂടിയ എന്തെങ്കിലും സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് സൗകര്യമുള്ളതുകൊണ്ട് ഇതെടുത്തു എന്നേ ഉള്ളൂ. ഒരു കുപ്പി ഉപയോഗിച്ച് കൃത്യം അതിൻ്റെ മിഡിലിൽ വെച്ചതിന് ശേഷം അതിനുള്ളിൽ നമ്മളെന്ത് ചെയ്യുക, ചാണകപ്പൊടി, അതായത് നമ്മുടെ മിക്സിട്ട് നിറക്കാൻ തുടങ്ങുക. കൈ കൊണ്ട് തന്നെ നമുക്ക് അമർത്താവുന്നതാണ്. ഇതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ അമർത്താം. കൈകൊണ്ട് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കമ്പുകളോ ഒക്കെ ഉപയോഗിക്കാം തുടക്കത്തിൽ. രണ്ട് കൈയും ഉപയോഗിച്ച് നിങ്ങൾക്ക് രണ്ട് വശത്തുനിന്നും വളരെ ഭംഗിയായിട്ട് ചെയ്യാം. മുകൾ ഭാഗത്ത് ചാണകം മാത്രമായാലും വലിയൊരു പോരായ്മയില്ല. നിങ്ങൾ തികയുന്നില്ലെങ്കിൽ ഒരു ഫിനിഷിങ്ങിന് ചാണകം മാത്രം ഉപയോഗിച്ചാലും തെറ്റില്ല. ഇനി നമ്മൾ ഏകദേശം ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ നടുഭാഗത്തെ കുപ്പി അല്പം ഒന്ന് തിരിക്കുന്നത് നന്നായിരിക്കും. തിരിച്ചതിന് ശേഷം നമ്മൾക്കത് എടുക്കാവുന്നതാണ്. എണ്ണ പുരട്ടിയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വഴുതി പോകുന്നുണ്ട്. എന്നാലൊന്ന് ശ്രമിച്ചാൽ പറ്റും. എണ്ണ പുരട്ടിയോണ്ട് ഇതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കുഴി അതിനുള്ളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് അടർത്തിയെടുക്കേണ്ട കാര്യമാണ്. ചെറിയ ജെൻ്റലി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ അത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഉഗ്രൻ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. അടിഭാഗത്ത് നിന്ന് അത് അടർത്തിയെടുക്കുക. കുറച്ചുകൂടി നമ്മൾ അമർത്തിയിരുന്നെങ്കിൽ നല്ല ഫിനിഷിങ് വരുമായിരുന്നു. ഞാൻ അമർത്തിയത് കുറച്ച് കുറവായതുകൊണ്ടാണ്. ഇതിനി നിങ്ങൾക്ക് ഉണക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഉണക്കി കഴിഞ്ഞാൽ നല്ലൊരു ചെടിച്ചട്ടിയായി. നമ്മൾ ഗോമൂത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ വളത്തിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അതിന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്ര നൈസായിട്ടുള്ള പൊടി ഉപയോഗിച്ച് നമ്മൾ എത്രത്തോളം അമർത്തി
ഇതിനെ ഉണ്ടാക്കുന്നതോ അത്രയും ഫിനിഷിങ് ഇതിനുണ്ടാവും. എന്നാൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഫിനിഷിങ് അത്ര നന്നായി വന്നിട്ടില്ല. നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് മെനക്കെടാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് വ്യാവസായിക ആവശ്യങ്ങൾക്കല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മാവോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കാം. ഉപയോഗിച്ചത് നട്ട് കുറച്ച് ചെടി വലുതായി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണ്ണിൽ കൊണ്ടുപോയി നടാൻ പറ്റും. അപ്പോൾ വളത്തിൻ്റെ ആവശ്യമൊന്നും വേണമെന്നില്ല. നമ്മൾക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ബാക്കി വളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഈ ചെടിച്ചട്ടി തന്നെ എന്ത് ചെയ്യും, നിറവേറ്റിക്കൊള്ളും. കുറച്ച് കട്ടി കൂടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം അത്രയുണ്ടായാൽ അത്രയും ചാണകം അതിൽ ഉൾപ്പെട്ടാൽ അതിൻ്റെ ആ ഗുണങ്ങൾ, വളത്തിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അതിനുണ്ടാകും. കുറച്ച് കട്ടി കുറക്കാമായിരുന്നു, വെയിറ്റ് കൂടുതലായിരിക്കും എന്നുള്ളൊരു പ്രയാസമുണ്ട്. കുറച്ചുകൂടി കട്ടി കുറഞ്ഞാൽ നമ്മൾക്ക് ആ വെയിറ്റ് അതിനനുസരിച്ച് കുറയുന്നതായിരിക്കും. എങ്കിലും ഇത് സാമാന്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിച്ചട്ടിയാണ്. ഞാൻ കുറച്ച് ടിപ്സുകൾ നിങ്ങളോട് പറയുകയാണ്. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിവിടെ ഉണ്ടാക്കിയത് ആദ്യം കുപ്പി വയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് ചാണകമിട്ട് അമർത്താൻ പറഞ്ഞിരുന്നു. ഈ പ്രോസസ്സ് അവസാനം ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം ചാണകമൊന്നും ഇടാതെ കുപ്പി വെച്ച ശേഷം കുപ്പിയുടെ വശത്തായിട്ട് നമ്മൾ ചാണകം ഇട്ട് നിറച്ച് അവസാനം കുപ്പി എടുത്ത് കുറച്ച് ചാണകം അതിലിട്ട് അമർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് ലഭിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായി അമർത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നന്നായി അമർത്തിയിട്ടില്ലെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമ്മൾ കുപ്പിയാണ് ഉപയോഗിച്ചത്. കുപ്പി അടിയിലും മുകളിലും ഒരേ ഡയമീറ്ററാണുള്ളത്. പക്ഷേ ചെടിച്ചട്ടി അങ്ങനെയല്ല, അടിയിൽ കുറവും മുകളിൽ കൂടുതലായിട്ടാണ്. അപ്പോൾ നടുവിൽ കുപ്പി വെച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ തിക്നെസ് കൂടാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉറപ്പാണല്ലോ. അപ്പോൾ അതും ഉണങ്ങാനുള്ള പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിന് രണ്ട് പോംവഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കുപ്പിയുടെ അതുപോലെ തന്നെയുള്ള യൂണിഫോം ആയിട്ടുള്ളൊരു സിലിണ്ടർ ഉള്ള ഒരു പാത്രത്തിൽ ചെയ്യാം. അല്ല എങ്കിൽ കുപ്പിക്ക് പകരം താഴെ കുറച്ച് വീതി കൂടി മുകളിലോട്ട് പോകുന്തോറും വീതി കൂടി വരുന്ന ഒരു സംവിധാനം എടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം. ചെറിയ രീതിയിൽ ചെയ്ത് വലിയ രീതിയിലേക്ക് എത്തുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് അല്പം മണ്ണ് ഉപയോഗിക്കാം. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നൊരു പൊടിയുണ്ട്, അത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെയധികം കൂടും എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ മാത്രമാണ്. പല രീതിയിലും പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും കൂട്ടിച്ചേർത്തൊക്കെ ഇത് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കിയാൽ കാണാനൊരു ഭംഗിയുണ്ട്, പ്രകൃതിക്ക് അനുകൂലമാണ്. പശുവിനെ കൊണ്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല പ്രൊഡക്റ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്ത് മാക്സിമം എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.